തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. തനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെയായിരുന്നു സാന്ദ്ര തോമസ് കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ സാന്ദ്ര തോമസിന് തിരിച്ചടിയാണ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ തെരഞ്ഞെടുപ്പിലായിരുന്നു നാമനിർദ്ദേശ പത്രിക നൽകിയത്. ഓഫീസ് ബെയർ പോസ്റ്റിലേക്ക് മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന് കോടതി വിധി വന്നു. ഇതാണ് പറയാനുള്ള മെയിൻ കാര്യം. മൂന്നും തള്ളി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അഡ്വക്കേറ്റ് വിളിച്ചത് അഡ്വക്കേറ്റ് ചെയ്യാതാണ് ഞങ്ങളുടെ അഡ്വക്കേറ്റ് അദ്ദേഹം വിളിച്ചിരുന്നു. അദ്ദേഹം അത് പറയുകയും ചെയ്തു. ഇല്ല, അപ്പോൾ അതിന് അതിൻ്റെ ഓർഡർ കിട്ടാനുണ്ട്. ഓർഡർ കിട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കി പറയാം. എന്തായാലും കോടതി അവർക്ക് മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് കോടതി കണ്ടെത്തി. അത് വളരെ നല്ലൊരു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു വിധി തന്നെയാണ്. പിന്നെ നമ്മൾ റിട്ടേണിംഗ് ഓഫീസറെ വെച്ച് തെറ്റാണെന്ന് പറഞ്ഞാൽ അതും തള്ളി. അപ്പം നമ്മൾ റിട്ടേണിംഗ് ഓഫീസറെ വെച്ചിട്ടുണ്ടായിരുന്നത് അത് പാടില്ല എന്നുള്ളത് അതും തള്ളി. അപ്പം ഇതൊരു നമ്മൾ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് വന്നത്. വളരെ സന്തോഷമാണ്. അയ്യോ, ബാധിച്ച കാര്യം ഞങ്ങളാരും കോടതിയിൽ പോയി ബാധിക്കുകയില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ബൈലോ പ്രകാരമാണ് ഞങ്ങളത് കാര്യങ്ങൾ നീക്കിയത്. സമർപ്പിച്ചു. അത് കൊടുത്ത് അതിന് ശേഷമാണല്ലോ കോടതി ഇത് ഇങ്ങനൊരു വിധി വന്നത്. വളരെ സന്തോഷം ഉണ്ടാകും. ഇത് ബൈലോ അനുസരിച്ച് അസോസിയേഷൻ പ്രസിഡന്റും സെക്രട്ടറിയും കൂടെ ഇലക്ഷൻ നടത്തണമെന്നാണ്. അതിൽ എത്രയോ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ് റിട്ടേണിംഗ് ഓഫീസറെ വെച്ച് വളരെ ന്യായമായി നടത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങളത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ഈ രീതിയിലാണ് ഇലക്ഷൻ നടക്കുന്നത്. ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും കള്ളത്തരങ്ങളും സത്യവിരുദ്ധമായ കാര്യങ്ങളാണെന്നുള്ളതാണ് ഇതിലൂടെ തന്നെ തെളിയുന്നത്. എല്ലാ കാര്യങ്ങളും ഇവർ ആരോപിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെയാണ്, സത്യവിരുദ്ധമായ കാര്യങ്ങളാണ്. അല്ല, പ്രൊഡ്യൂസർ അസോസിയേഷന്റെ മെമ്പേഴ്സിനെതിരെ പരാതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനെതിരെ പരാതിയായിരുന്നു. ഭരണാധികാരിക്കെതിരെ പരാതിയായിരുന്നു. ബൈലോയ്ക്കെതിരെ പരാതിയായിരുന്നു. ഇനിയിപ്പോൾ കോടതിയും തെറ്റാണോ എന്ന് പറയുമെന്ന് അറിയത്തില്ല. എന്തെല്ലാം ചീപ്പ് ഷോകളാണ് കാട്ടിക്കൊണ്ടിരുന്നത്. നമ്മളൊക്കെ അതായത് സിനിമകളിലെ റിവ്യൂ എടുക്കുന്ന മറ്റേ നമ്മുടെ അലൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ, അവരെ കൊണ്ടിട്ടൊക്കെ ഈവൻ്റ് എടുപ്പിച്ച് സാന്ദ്ര തോമസ് എന്ന പുലിക്കുട്ടിയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരെ കൊണ്ട് അഭിപ്രായം എടുപ്പിക്കുന്നു, MLA കൊണ്ട് അഭിപ്രായം എടുപ്പിക്കുന്നു. ഇതെന്താണ്? പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വോട്ടുള്ളത് ആകെപ്പാടെ 315 പേർ. തീർച്ചയായിട്ടും ആൾക്കെന്തോ ഫ്രസ്ട്രേഷൻസ് വന്നതെന്നോ ഞങ്ങളുടെ ഒരു പൂർണ്ണ വിശ്വാസം. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും എതിരെ തുറന്നടിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമുള്ള കേസല്ലല്ലോ. ഹൈക്കോടതിയിലല്ല, എറണാകുളം സബ് കോടതിയിലായിരുന്നു സാന്ദ്ര തോമസ് ഹർജി നൽകിയത്. ഹർജി കോടതി തള്ളിയിരിക്കുകയാണ്. വിവരങ്ങൾ ലിഡിയ ജേക്കബ് നൽകും. ലിഡിയ, സാന്ദ്രയ്ക്ക് മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെയാണോ കോടതി ഉത്തരവ്? ദിവ്യ, സാന്ദ്രയ്ക്ക് മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെയാണ് കോടതി ഉത്തരവ്. 3 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സാന്ദ്ര, അതായത് 3 ഹർജിയായിട്ടായിരുന്നു നൽകിയിരുന്നത്. ഒന്ന്, ഇത്തരത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പ് വിത്ത്ഹോൾഡ് ചെയ്യണം. ഒപ്പം തന്നെ റിട്ടേണിംഗ് ഓഫീസറെ വെച്ചത്, അതായത് 25 വർഷത്തോളം ആയി നിലനിൽക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ പരിഗണിക്കുന്ന റിട്ടേണിംഗ് ഓഫീസറാണ്. ആ റിട്ടേണിംഗ് ഓഫീസറെ നിയമിച്ചത് നിയമപരമല്ല എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചായിരുന്നു മറ്റൊരു ഹർജി ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഈ 3 ഹർജികളുമാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ റിട്ടേണിംഗ് ഓഫീസറുടെ കാര്യത്തിൽ 2014 ഒരു മിനിറ്റ്സ് അടക്കം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഹാജരാക്കിയിരുന്നു. അതായത് റിട്ടേണിംഗ് ഓഫീസറെ വയ്ക്കാം എന്നുള്ള തരത്തിലുള്ള ഒരു മിനിറ്റ്സ് 2014 മിനിറ്റ്സ് അടക്കം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഹാജരാക്കിയിരുന്നു. അതുമാത്രമല്ല, ബൈലോ പ്രകാരം ഇത്തരത്തിൽ സാന്ദ്രയ്ക്ക് മത്സരിക്കാനാവില്ല എന്ന നിലപാടിലായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ബൈലോയിൽ ബാനറിന്റെ കാര്യം പറയുന്നില്ല. അത്തരത്തിൽ ഏത് ബാനറിൽ ആണെങ്കിലും സെൻസസ് സർട്ടിഫിക്കറ്റുകൾ മതി എന്നുള്ള കാര്യം ഉന്നയിച്ചാണ് സാന്ദ്ര കോടതിയെ സമീപിച്ചത്, എറണാകുളം സബ് കോടതിയെ സമീപിച്ചത്. പക്ഷേ അത് ഈ ബൈലോ പരിശോധിച്ച ശേഷമാണ് കോടതിയുടെ ഇത്തരത്തിലുള്ളൊരു നടപടി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതായത് സാന്ദ്രയ്ക്ക് മത്സരിക്കാനുള്ള യോഗ്യതയില്ല. അതായത് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിലാണ് സാന്ദ്രയുടെ ബാക്കിയുള്ള പടങ്ങളുള്ളത്. സാന്ദ്ര തോമസിന് കോടതിയിൽ നിന്ന് തിരിച്ചടി. ഇപ്പോൾ ഹർജി തള്ളിയിരിക്കുകയാണ്.